വളരെ ഹെൽത്തിയും ടേസ്റ്റി ആയിട്ടുള്ള റാഗി ദോശയുടെ റെസിപ്പിയാണിന്ന്. അതിനായിട്ട് ആദ്യം തന്നെ ഫ്രഷ് റാഗി എടുത്തിട്ടുണ്ട്. ഈ റാഗി മേടിക്കുമ്പോൾ എപ്പോഴും നല്ല ക്വാളിറ്റി ഉള്ള റാഗി മേടിക്കാൻ നോക്കണം. 1 കപ്പ് റാഗി എടുത്തിട്ടുണ്ട്. 1 കപ്പ് നല്ല കുമിച്ചെടുക്കണേ, അതായത് തലവടിച്ചല്ലാതെ നല്ല കുമിച്ചെടുക്കണം. എൻ്റെ 1 കപ്പ് എന്ന് പറയുന്നത് 250 മില്ലിയുടെ 1 കപ്പാണ് കേട്ടോ. സാധാരണ റാഗിയിൽ എപ്പോഴും ഒരുപാട് പൊടിയും അഴുക്കും ഈ പുല്ല് പോലത്തെ സംഭവങ്ങളും ഒക്കെ കാണും. അപ്പോൾ ഈ ക്വാളിറ്റി ഉള്ള റാഗി എടുത്തു കഴിഞ്ഞാൽ അവരതെല്ലാം മാറ്റിയിട്ടുള്ള നമുക്ക് റാഗി കിട്ടും. അപ്പോൾ അത് മേടിച്ചാൽ കഴുകുമ്പോൾ നല്ല ഈസി ആയിരിക്കും. അല്ലാന്നുണ്ടെങ്കിൽ ഒരുപാട് വെള്ളത്തിൽ ഒരുപാട് തവണ കഴുകി അരിച്ചൊക്കെ എടുത്താൽ മാത്രമേ അത് നമുക്ക് ക്ലീൻ ചെയ്തെടുക്കാൻ പറ്റത്തുള്ളൂ കേട്ടോ. ഇനി ഇതിലേക്ക് നല്ല നാടൻ പച്ചരി എടുത്തിരിക്കുന്നത്, നാടൻ ചുവന്ന പച്ചരി. ഇനി ഇതിലേക്ക് ചോറ് വെക്കുന്ന അരി ഞാൻ ഇട്ടിരിക്കുന്നത്. ഈ അരി 1/4 കപ്പ്, അതും കൂടെ ഇതിനകത്തേക്ക് ഇട്ടിട്ട് വെള്ളം ഒഴിച്ച് നന്നായിട്ട് കഴുകിയെടുക്കണം. ഒരു 3-4 വെള്ളത്തിൽ കഴുകിയെടുക്കണേ. ഇതിൻ്റെ കട്ട്, കാടി അങ്ങനെയുള്ള സാധനങ്ങളെല്ലാം പോകാൻ വേണ്ടിയിട്ട് നമ്മൾ അങ്ങനെ ചെയ്യുന്നത്. ഇങ്ങനെ ഉരച്ച് തന്നെ അത് കഴുകി കൊടുക്കണേ. ഇനി ഞാനിത് നന്നായിട്ടൊന്ന് കഴുകിയിട്ട് ബാക്കി കാണിക്കാം. അപ്പം ഞാനിത് റാഗി നന്നായിട്ട് കഴുകി എടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് ഇതൊന്ന് അരിച്ചെടുക്കണം. കാരണം നമ്മൾ എത്രയൊക്കെ ക്വാളിറ്റി ഉള്ള റാഗിയാണ് മേടിച്ചതെന്ന് പറഞ്ഞാലും ഈ റാഗിയിൽ മണ്ണുണ്ടാവും അടിയിൽ. അപ്പോൾ ഇത് അങ്ങനെ അരിക്കാതെ നമ്മൾ ഡയറക്റ്റ് അരച്ച് ദോശ ഉണ്ടാക്കി കഴിഞ്ഞാൽ ഈ ദോശയിൽ മണ്ണ് കടിക്കും. അപ്പോൾ അതങ്ങനെ വരാതിരിക്കാൻ വേണ്ടിയിട്ട് വേറൊരു പാത്രത്തിലേക്ക് ഇതുപോലെ അരിച്ച് ഇട്ട് കൊടുക്കുക. ഏറ്റവും ലാസ്റ്റ് ആകുമ്പോഴത്തേക്ക് ആ ലാസ്റ്റിലുള്ള വെള്ളവും കുറച്ച് അരിയും റാഗിയും കൂടെ കാണും, ഒരു കുഞ്ഞു നുള്ള്. അത് അങ്ങ് കളഞ്ഞേക്കണം. അത് അരിച്ചിടാനോ അല്ലെങ്കിൽ ആ വെള്ളം ഇതിനകത്തോട്ട് ഒഴിക്കാനോ നോക്കരുത് കേട്ടോ. അതിനകത്ത് മുഴുവനും ഈ പറയുന്നോണം അരിച്ചെടുക്കുന്നതിൻ്റെ മണ്ണുണ്ടാവും, അതങ്ങ് കളഞ്ഞേക്കണം. ഇനി ഇത് കുതിരാൻ ആവശ്യമുള്ള വെള്ളം ഒഴിച്ച് നമുക്ക് അടച്ച് മാറ്റി വെക്കാവേ. ഇനി വേറൊരു പാത്രത്തിലേക്ക് ഇതുപോലെ തന്നെ കുമിച്ച് 1 കപ്പ് ഉഴുന്നെടുത്തിട്ടുണ്ട്. ഞാൻ ആ വീഡിയോ എടുക്കാൻ അപ്പോൾ ക്യാമറ ഓണാക്കാൻ മറന്നുപോയതുകൊണ്ടാണ്. ഇനി ഇതിലേക്ക് 1 ടേബിൾ സ്പൂൺ നല്ല കുമിച്ച് തന്നെ അതും 1 ടേബിൾ സ്പൂൺ ഉലുവ ഇട്ട് കൊടുക്കാം. ഈ ദോശയ്ക്ക് കളർ കിട്ടാനും നമ്മുടെ ആരോഗ്യത്തിനുമൊക്കെ നല്ലൊരു സാധനമാണ് ഈ ഉലുവ. ഇനി ഇതിലേക്കും വെള്ളം ഒഴിച്ച് നന്നായിട്ട് കഴുകിയെടുക്കണം. ഇത് അരി പോലെ ഒരുപാട് തവണ കഴുകി അതിൻ്റെ പശപ്പ് കളയരുത്. അരിക്ക് കാടിയാണുള്ളത്, ഉഴുന്നിന് പശപ്പ്, ഒരു ചെറിയൊരു പശപ്പ് കാണും. അത് ഒരുപാട് കഴുകി കളഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ ദോശ നല്ല പെർഫെക്റ്റ് ആയിട്ട് കിട്ടത്തില്ല. അപ്പോൾ ഉഴുന്ന് കഴുകണം, 2-3 വെള്ളത്തിൽ കഴുകിയാൽ മതി. പക്ഷെ ഒരുപാട് ഞെവിടി അതിൻ്റെ പശപ്പ് കളയാതിരിക്കാൻ പ്രത്യേകം ശ്രദ്ധിക്കണം കേട്ടോ. അപ്പം ഞാൻ ഈ ഉഴുന്ന് നന്നായിട്ട് കഴുകി എടുത്തിട്ടുണ്ട്. ഇനി ഇതിലേക്ക് കുതിരാൻ ആവശ്യമുള്ള വെള്ളം ഒഴിച്ച് അടച്ചു വെച്ച് ഇത് രണ്ടും ഒരു 3-4 മണിക്കൂർ കുതിരാനായിട്ട് മാറ്റി വെക്കാവേ. 5 മണിക്കൂറിന് ശേഷം ഇതെല്ലാം നന്നായിട്ട് കുതിർന്ന് വന്നിട്ടുണ്ട്. ഈ പച്ചരിയുടെ വെള്ളം ഊറ്റിക്കളയണം. നമുക്ക് എന്നിട്ട് ഉഴുന്നിൻ്റെ വെള്ളത്തിൽ വേണം ഇത് രണ്ടും ആട്ടിയെടുക്കാനായിട്ട്. പിന്നെ അഥവാ എക്സ്ട്രാ വെള്ളം വേണമെങ്കിൽ നമുക്ക് ചേർത്ത് കൊടുക്കാം. ഉഴുന്നിൻ്റെ വെള്ളം കളയാതെ അതിനകത്ത് ചേർക്കുന്നതാണ് നമ്മുടെ ദോശയ്ക്ക് നല്ലത്. ഇനി ഇത് സാധാരണ ദോശയ്ക്ക് ആട്ടുന്നത് പോലെ ഒരു മിക്സിയിലേക്ക് ഉഴുന്നിട്ട് കൊടുത്ത് വെള്ളം ഒഴിച്ച് ആട്ടിയെടുക്കണം. ഉഴുന്ന് നമ്മൾ എടുത്ത അളവിന് ഒറ്റ ട്രിപ്പിൽ തന്നെ നീളമുള്ള ജാറിലാണെങ്കിൽ അരച്ചെടുക്കാൻ പറ്റുമേ. എന്നിട്ട് ആ ഉഴുന്നിൻ്റെ വെള്ളം ഈ നെഗക്കയിൽ കൂടുതലായിട്ട് ഒഴിച്ചു കൊടുത്ത് വേണം ആട്ടിയെടുക്കാനായിട്ട്. ഈ ദോശയ്ക്ക് എപ്പോഴും വെള്ളം കൂടി പോകാതിരിക്കാൻ പ്രത്യേകം ശ്രദ്ധിക്കണം കേട്ടോ. ഇതാണ്ടില്ലേ, ഒരുപാട് വെള്ളവുമല്ല ഒരുപാട് കട്ടിയല്ലാത്ത രീതിയിൽ അരച്ചെടുത്തിട്ടുണ്ട്. ഇനി ഇതുപോലെ തന്നെ നമുക്ക് അരിയും അരച്ചെടുക്കണം. ഈ ഉഴുന്നിൻ്റെ വെള്ളം ബാക്കി എന്തായാലും കാണും. ആ വെള്ളത്തിൽ ഈ അരി നമുക്ക് നന്നായിട്ട് ആട്ടിയെടുക്കണേ. അരി ആട്ടിയെടുക്കുമ്പോൾ വെള്ളം ഒഴിക്കുമ്പോൾ പ്രത്യേകം ശ്രദ്ധിക്കണം. വെള്ളം കൂടിപ്പോയി കഴിഞ്ഞാൽ ഈ ബാറ്റർ ഭയങ്കരമായിട്ട് നീണ്ടു പോവും. പുളിച്ച് വരുന്നതിനനുസരിച്ച് വീണ്ടും വീണ്ടും ഇത് നീണ്ടു വരത്തേ ഉള്ളൂ. അപ്പം കല്ലേന്ന് ഇളകി വരാതിരിക്കാനൊക്കെ സാധ്യതയുണ്ട്. ഈ ഒരു കട്ടിയിൽ മാത്രം ആട്ടിയെടുക്കാവുള്ളേ, ഒരുപാട് വെള്ളം ആയി പോകണ്ട. കാരണം അഥവാ നമുക്ക് നമ്മൾ ആട്ടിയെടുത്ത മാവ് നല്ല കട്ടിയാണ് നമുക്ക് തോന്നുവാണെങ്കിൽ ലാസ്റ്റ് നമ്മളിത് കലക്കി എടുക്കണമല്ലോ. അപ്പം നമുക്ക് ഇതുപോലെ വെള്ളം കുറച്ചൊന്ന് കലക്കി ഇതിനകത്തേക്ക് ഒഴിക്കാം. ആവശ്യത്തിന് കൺസിസ്റ്റൻസിയിലേക്ക് കൊണ്ടുവരാൻ പറ്റും. അതുകൊണ്ട് വെള്ളം കൂടിപ്പോകാത്തതാണ് എപ്പോഴും നല്ലത്. ഇപ്പം ഞാൻ ചെയ്ത് നോക്കിയപ്പം ആ ബാറ്ററി ഇച്ചിരി കട്ടിയായതുകൊണ്ട് ഇതുപോലെ മിക്സി ഒന്ന് അതിനകത്തേക്ക് വെള്ളം ഒഴിച്ച് ഒന്ന് കലക്കി ഇതിലേക്ക് ഒഴിക്കുന്നുണ്ട്. കണ്ടില്ലേ, ഇതുപോലെ ചെയ്താൽ മതി. ഇനി ഇത് നന്നായിട്ട് നമുക്ക് കൈ കൊണ്ട് നന്നായിട്ട് ഒന്ന് മിക്സ് ചെയ്തെടുക്കണേ. ഇനി ഇതൊന്ന് പുളിപ്പിച്ചെടുക്കണം. സാധാരണ ദോശമാവൊക്കെ പുളിപ്പിച്ചെടുക്കുന്നത് പോലെ ഒരു 5-6-8 മണിക്കൂറൊന്നും വേണ്ട. ഇത് പെട്ടെന്ന് പുളിച്ച് വരും റാഗി. അതുകൊണ്ട് തന്നെ ഞാൻ റാഗി ദോശയ്ക്കുള്ള മാവ് എപ്പോഴും 6 മണിക്കൂർ മാത്രമേ കുതിർത്തെടുക്കാറുള്ളൂ. തണുപ്പുള്ള സ്ഥലങ്ങളാണെന്നുണ്ടെങ്കിൽ ഈ 6 മണിക്കൂർ എന്നുള്ളത് കുറച്ചുകൂടെ കൂടുകയെ, കുറച്ചുകൂടെ സമയം എടുത്ത് മാത്രമേ ഈ മാവ് പുളിച്ച് കിട്ടത്തുള്ളൂ.
ഇൻ കേസ് നിങ്ങൾ 6 മണിക്കൂർ പുളിപ്പിച്ചെടുത്തതിന് ശേഷം അതിനകത്ത് ഇച്ചിരി എടുത്ത് ചുട്ട് നോക്കുമ്പോൾ നിങ്ങൾക്ക് ആവശ്യത്തിനുള്ള പുളി ഇല്ലയെന്നുണ്ടെങ്കിൽ അത് അങ്ങനെ തന്നെ അടച്ചു വെച്ചിട്ട് 1 മണിക്കൂറും കൂടെ ഒന്ന് പുളിപ്പിച്ചെടുത്ത് കഴിഞ്ഞാൽ നിങ്ങളുടെ കറക്റ്റ് പാകത്തിനുള്ള പുളിയായി കിട്ടും കേട്ടോ. അപ്പം ഞാനിത് രാവിലെ ആട്ടിയിട്ട് ഒരു വൈകുന്നേരമൊക്കെ ആവാറായപ്പോഴത്തേക്ക് ഇതുപോലെ നന്നായിട്ട് പുളിച്ച് കിട്ടിയിട്ടുണ്ട്. ആദ്യം ചെറുതായിട്ടൊന്ന് ഇളക്കിയതിന് ശേഷം ഇനി നമുക്ക് ആവശ്യത്തിന് ഉപ്പിട്ട് കൊടുക്കാം. എന്നിട്ട് അടി മുതൽ മേള് വരെ നന്നായിട്ട് സ്പൂണിട്ട് മിക്സ് ചെയ്ത് ഇളക്കി കൊടുക്കണേ. ഒരു പാത്രത്തിലേക്ക് കുറച്ചെടുത്ത് മാറ്റിയിട്ട് അപ്പോഴത്തെ ആവശ്യത്തിന് എടുക്കുക. അതിനുശേഷം ബാക്കിയുള്ള മാവ് ഓരോ പാത്രത്തിലാക്കിയിട്ട് അത് അപ്പം തന്നെ ഫ്രിഡ്ജിൽ വെക്കണം കേട്ടോ. ഇത് പുറത്തിരുന്ന് കഴിഞ്ഞാൽ സാധാരണ മാവ് പോലല്ല, പെട്ടെന്ന് പുളിച്ച് പൊങ്ങിക്കൊണ്ടേയിരിക്കും, പുളിപ്പ് കൂടിയും വരും. അപ്പോൾ അതുകൊണ്ട് റാഗി ദോശയുടെ മാവ് എപ്പോഴും ആവശ്യത്തിനെടുത്ത് ഉപയോഗിച്ചതിന് ശേഷം ബാക്കി മാവ് ഫ്രിഡ്ജിൽ വെച്ചിരിക്കുക. ഇനി ദോശ ചുട്ട് നോക്കാം. അതിനായിട്ട് ഞാനിവിടെ ദോശക്കല്ല് വെച്ചിട്ടുണ്ട്. ഇരുമ്പ് ദോശക്കല്ല് വെച്ചിരിക്കുന്നത്. അതിലേക്ക് നല്ലെണ്ണയോ അല്ലെങ്കിൽ വെളിച്ചെണ്ണയോ നന്നായിട്ടൊന്ന് സ്പ്രെഡ് ചെയ്ത് കൊടുക്കുക. ഇനി ഓരോ തവി നമ്മുടെ റാഗിയുടെ ദോശമാവ് ഒഴിച്ചു കൊടുത്ത് നന്നായിട്ടൊന്ന് പരത്തിയെടുക്കുക. പുതിയ ദോശക്കല്ലിലൊക്കെ ഈ റാഗി ദോശ പരീക്ഷിച്ച് നോക്കാൻ നിൽക്കരുത്. കാരണം റാഗി ദോശ നല്ല മയങ്ങി കിടക്കുന്ന ദോശക്കല്ലിൽ നിന്ന് മാത്രമേ ഇളകി വരത്തുള്ളൂ കേട്ടോ. ഒന്നുകിൽ നിങ്ങൾ നോൺ സ്റ്റിക്കിൽ ചെയ്ത് നോക്കുക, അല്ലാന്നുണ്ടെങ്കിൽ നല്ല മയക്കമുള്ള നല്ല മയങ്ങി കിടക്കുന്ന ദോശക്കല്ലിൽ, അതായത് ഇരുമ്പ് ദോശക്കല്ലിൽ വേണം കേട്ടോ ഇത് ചുട്ട് നോക്കാൻ. ഞാൻ ദോശയുടെ റീലൊക്കെ ഇടുമ്പം കുറച്ച് പേരൊക്കെ ചോദിക്കാറുണ്ട് എങ്ങനെയാണ് ഈ കളർ വരുന്നതെന്നുള്ളത്. ഉലുവ ഇടുന്നത് കൊണ്ട് നമുക്ക് ഈ ദോശയ്ക്ക് കളർ വരും. അല്ലാന്നുണ്ടെങ്കിൽ നിങ്ങൾ ഈ ഇരുമ്പ് ദോശക്കല്ല് ചുട്ടെടുത്താലും ഇതേ കളർ കിട്ടിക്കോളും കേട്ടോ. ദോശയ്ക്ക് ഇതുപോലെ ഒരു ഓറഞ്ച് കളർ കിട്ടാൻ വേണ്ടിയിട്ടോ അല്ലെങ്കിൽ ദോശ മുരിഞ്ഞു വരാൻ വേണ്ടിയിട്ടോ ഒന്നും ഞാനിവിടെ ദോശയിലേക്ക് നെയ്യോ അല്ലെങ്കിൽ വെളിച്ചെണ്ണയോ ഒന്നും തൂക്കി കൊടുക്കുന്നില്ല കേട്ടോ. നിങ്ങൾക്ക് ഇതിൻ്റെയൊക്കെ ഫ്ലേവർ ദോശയിൽ വേണമെന്നുണ്ടെങ്കിൽ മാത്രം ഇതൊക്കെ ചെയ്തു കൊടുത്താൽ മതി. അപ്പോൾ അതാ കണ്ടില്ലേ, നമ്മുടെ റാഗി ദോശ നല്ല പെർഫെക്റ്റ് ആയിട്ട് കിട്ടിയിട്ടുണ്ട്. അപ്പോൾ തീർച്ചയായിട്ടും നിങ്ങൾ ഈ റെസിപ്പി ട്രൈ ചെയ്ത് നോക്കണം കേട്ടോ. നല്ല ഹെൽത്തി ആയിട്ടുള്ള ഈസി ആയിട്ടുള്ള റെസിപ്പിയാണ്. സാധാരണ ദോശയ്ക്ക് പുളിക്കാൻ കാത്തിരിക്കുന്നത് പോലെയോ അല്ലെങ്കിൽ കുതിർക്കാൻ നേരത്തെ ഒരുപാട് നേരം കാത്തിരിക്കുന്നത് പോലെ ഒന്നും കാത്തിരിക്കേണ്ടാത്ത ഒരു ഈസി റെസിപ്പിയാണ് ഇത്. ഈ വീഡിയോ ഇഷ്ടമായാൽ തീർച്ചയായിട്ടും ലൈക്ക് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക. അതുപോലെ തന്നെ നിങ്ങൾക്ക് എന്തെങ്കിലുമൊക്കെ അഭിപ്രായങ്ങളുണ്ടെങ്കിൽ അത് കമൻറ്റ് സെക്ഷനിൽ അറിയിക്കുക. അതുപോലെ തന്നെ അടുത്ത ഏത് റെസിപ്പി വേണോ എന്ന് കമൻറ്റ് ചെയ്യണം കേട്ടോ. ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യണേ. അപ്പോൾ അടുത്തൊരു റെസിപ്പി വീഡിയോ ആയിട്ട് വീണ്ടും കാണാം. ബൈ.